ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഭാഗ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇപ്പം നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് മെസ്സേജ് ആണ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് കേട്ടോ. ആൻഡ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ഇരിക്കുന്ന ബ്ലെസ്സിങ്സ്, എന്താണ് മെസ്സേജ്, എന്താണ് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാനിരിക്കുന്ന മെസ്സേജ്, എന്താണ്? പോസിറ്റീവ് കാർഡ്സ് ആണ് രണ്ടും വന്നിട്ടുള്ളത്. 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയും സൺ കാർഡിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് എൻ്റെ വ്യൂവേഴ്സിനുള്ള ഏഞ്ചൽ മെസ്സേജ്, എന്താണ്? കിങ് ഓഫ് സോട്ട്സും 3 ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട്. എന്താണ് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. പേജ് ഓഫ് വൺസും 2 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് വൺസ് റിവേഴ്സ്ഡ് ആണ്. ഒരേ ഒരു കാർഡും കൂടി ഒന്നെന്ന് പറഞ്ഞപ്പോൾ 2 വന്നു. 5 ഓഫ് പെൻഡക്കിൾസും സ്ട്രെങ്ത്തും ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കാർഡ്സുകൾ എടുത്തത്. സോ അതിന് ഫസ്റ്റ് തന്നെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കണ്ടിട്ടുള്ളത്. 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു റീബർത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം. നിങ്ങൾ വളരെയധികം ഹാർട്ട് ബ്രോക്കണിലാണ്. നിങ്ങൾ ഭയങ്കര അപ്സെറ്റ് ആണ്. നിങ്ങൾക്ക് ഓരോ ഡിസിഷൻസ് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനായി പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ചില സമയത്ത് നിങ്ങളുടെ എനർജീനെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഹാർട്ട് ബ്രോക്കൺ ആണ്. സഫർ ചെയ്യുക, ഭയങ്കരമായിട്ടും സഫർ ചെയ്യുക. ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾ ഈ സഫറിങ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വന്നത് ഇവിടെ റീബർത്ത് ആണ്. അത് സിറ്റുവേഷനായിട്ട് വന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ കൂടുതലും സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. കൂടുതലും നിങ്ങളെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹാപ്പി ആവാൻ പോവുകയാണ്. റീബർത്ത് സംഭവിക്കാൻ പോവുകയാണ്. അതായത് കരഞ്ഞിരുന്നത് മതി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു റീബർത്ത് സംഭവിക്കാം. ഓക്കെ, ഇത്രയും നാളും നിങ്ങൾക്ക് ജാട അല്ലെങ്കിൽ ഒരു ഈഗോ പോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ ചിലപ്പം ഇനി ഈഗോ വെക്കാം, സെൽഫ് പ്രിയോറിറ്റി കൊടുക്കും. ഓക്കെ, സെൽഫ് പ്രിയോറിറ്റി കൊടുക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ അത്രത്തോളം അനുഭവിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം അനുഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനി അങ്ങോട്ട് അതെല്ലാം വളരെ സൂക്ഷിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ. സ്നേഹമായാലും എന്താണെങ്കിലും. ഓക്കെ, ഇവിടെ പേജ് ഓഫ് വൺസിൻ എനർജിയിൽ നിങ്ങൾ വളരെ ഹാപ്പി ആവാൻ പോവുകയാണ്. നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അതിൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അതിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സും ഉണ്ട്. അതായത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഏതൊരു മൊമെൻറ്റും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ആക്കാൻ പോവുകയാണ്. അതായത് അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ആക്കി നിങ്ങൾ അതിനെ മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊരു റീബർത്ത് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ആവാൻ പോവുകയാണ്. വളരെ സ്ട്രോങ് ആവാൻ പോവുകയാണ് നിങ്ങൾ. ഓക്കെ, പാസ്റ്റിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും പാസ്റ്റിനെ വിട്ടുകളയാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധമാണ്. അതായത് ഒരു കുറ്റബോധമാണ് നിങ്ങൾക്ക്. എന്തിനിങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബ്രോക്കൺ ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എന്തിനാണ് നിങ്ങൾ ചെന്ന് പെട്ടത് എന്നുള്ളൊരു കുറ്റബോധമാണ് നിങ്ങൾക്ക്. മനസ്സിലാക്കുക, ഒരു സിറ്റുവേഷൻ നടന്നു, നമ്മൾ കാരണം തന്നെയാണ് ആ സിറ്റുവേഷൻ നടക്കുന്നത്. ആ സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എന്ത്
എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, നിങ്ങൾക്ക് ജഗ്ലിംഗ് ഉണ്ടാവുന്നുണ്ട്, ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ഇല്ലായ്മ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഡിസിഷൻ എടുക്കും, നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡിസിഷൻ എടുക്കും, നിങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടാവും. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്താ പറയുക, സ്ട്രെങ്ത് ആകും, സ്ട്രോങ് ആകും എന്നുള്ളതാണ് ഇവിടെ മെയിൻലി കാണുന്നത്. ക്യൂൻ ഓഫ് വൺസിൻ്റെ എനർജീനകത്ത് ഇത്രയും നാളും നിങ്ങൾക്ക് ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ചേസൊക്കെ ചെയ്യുമായിരുന്നു. ഇത് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പല കാര്യത്തിലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് നിങ്ങൾ വേണ്ടി വരില്ല ചിലപ്പം. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്ത് അത് നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക. പക്ഷേ ഇനി എന്തായാലും അത് നടക്കില്ല. നിങ്ങൾ എന്തായാലും ആ ഒരു എനർജി മാറ്റി വെക്കും. നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ അന്വേഷിച്ചിറങ്ങുന്ന ഒരു എനർജിയിലാണ് ഇവിടെ കാണുന്നത്. അതായത് സെൽഫ് പ്രിയോറിറ്റി കൊടുക്കുക, സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് അതിനെ നിങ്ങൾ നേടിയെടുക്കാൻ നോക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇനി നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജിയിൽ നിന്നും വേറൊരു എനർജിയിലേക്ക് ഒരു പുതിയൊരാളായിട്ടുള്ളൊരു എനർജി ചേഞ്ചാണ് കാണുന്നത്. 6 ഓഫ് വാൻസിൻ്റെ സോട്സിൻ്റെ എനർജിയാണിത്. ഡബിൾ കാർഡ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും. അതായത് ഇത്രയും നാളും ചിലപ്പം ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് പോലും ആൻസർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഇതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറ്റുന്നില്ല, എങ്ങനെയാണെന്ന് പുറത്തിറങ്ങി വരിക, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് തോട്ട്സുകൾ, നെഗറ്റീവ് തോട്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു വലിക്കുന്ന ഒരു എനർജി 6 ഓഫ് സോട്സിൻ്റെ എനർജിയാണ്. പക്ഷെ നിങ്ങൾ അതിനെല്ലാം മറികടന്ന് ഫസ്റ്റത്തെ കാർഡ് പോലെ, സൺ കാർഡ് പോലെ ഒരു വെളിച്ചം കൊണ്ടുവരും. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ റീബേർത്ത് സംഭവിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പുനർജന്മം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. അതിന് നിങ്ങൾ എഫേർട്ട് എടുക്കാൻ പോവാണ്, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോവാണ് എന്നുള്ളതാണ് മെയിൻലി നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള, നിങ്ങൾക്ക് ഹാപ്പിനെസ്സിന് വേണ്ടി, നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി മേ ബി സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആവുക, അതിൽ റീൽസ് ഓർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടവിനോദം. ക്രിയേറ്റിവിറ്റിയാണ് ഇഷ്ടമെങ്കിൽ അത്, അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഷോസ് ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് അവിടെയുണ്ട്. നിങ്ങൾ അവിടെ സക്സസ്സിലേക്ക് കൊണ്ടുവരികയുള്ളൂ. നിങ്ങൾക്കതിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതിലെ ഓരോ വിജയവും നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അവിടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ.